ശാരീരിക മാനസികോല്ലാസത്തിനായി ജയിലിനുള്ളിൽ കളിക്കളം. തിരുവനന്തപുരം സെൻട്രൽ ജയിൽ വളപ്പിനുള്ളിലെ 60 സെന്റ് സ്ഥലത്താണ് കളിക്കളം നിർമ്മിച്ചിരിക്കുന്നത്. അന്തേവാസികളും ഉദ്യോഗസ്ഥരും ചേർന്നാണ് കളിക്കളം നിർമ്മിച്ചിട്ടുള്ളത്. മാനസിക സമ്മർദ്ദം അകറ്റാം, അല്പം ഉല്ലസിക്കാം. തിരുവനന്തപുരം പൂജപ്പുരയിലെ സെൻട്രൽ ജയിൽ വളപ്പിനുള്ളിൽ നിർമ്മിച്ച കളിക്കളം ഉദ്യോഗസ്ഥർക്ക് നൽകുന്ന ആവേശം ചെറുതല്ല. ജയിലിനകത്തെ ഉയർന്ന പ്രദേശത്തെ പല തട്ടുകളായി ഭംഗിയൊട്ടും ചോരാത്ത വിധത്തിൽ വെട്ടിയൊതുക്കി 60 സെന്റ് സ്ഥലത്താണ് കളിക്കളത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. ബാഡ്മിന്റൺ, വോളിബോൾ കോർട്ടുകൾ, ഓപ്പൺ ജിം, ഡ്രസ്സിംഗ് റൂം, പവലിയൻ എന്നിവയെല്ലാം ഉൾപ്പെടുന്നതാണ് കളിക്കളം. 6 മാസം എടുത്തായിരുന്നു ഇതിന്റെ നിർമ്മാണം. കളിക്കളത്തിന്റെ ഉദ്ഘാടനം ജയിൽ വകുപ്പ് മേധാവി ബൽറാം കുമാർ ഉപാധ്യായ നിർവഹിച്ചു. ഉദ്യോഗസ്ഥർക്ക് വേണ്ടിയാണ് ഇതെല്ലാം പരിപാടി. പക്ഷെ ഇപ്പോൾ ട്രിവാൻഡ്രമിലെ ജയിൽ കമ്പൗണ്ടിലെ ഉള്ളിലെ സംഗതിയായി കഴിഞ്ഞാൽ ഒരു അന്തേവാസികൾക്ക് വേണ്ടി അവർക്ക് ഒരു ചെറിയ ഒരു വെൽഫെയർക്ക് വേണ്ടി ഭാഗമായി ഇവിടെ ഉള്ളിൽ ഏതെങ്കിലും ഒരു ബാഡ്മിന്റൺ ടൂർണമെന്റിലും വോളിബോൾ ടൂർണമെന്റ് അന്തേവാസികൾക്ക് വേണ്ടി വേണം. അത് അന്തേവാസികളിലും തന്നെ ഈ വർഷം തന്നെ ഇവിടെ ഉണ്ടാവണം. ജയിൽ വകുപ്പിന്റെ വിഹിതത്തിന് പുറമെ ഉദ്യോഗസ്ഥരിൽ നിന്ന് സ്വരൂപിച്ച തുകയും ചേർത്ത് ജയിൽ അന്തേവാസികളുടെ സഹകരണത്തോടെയാണ് കളിക്കളം പൂർത്തിയാക്കിയിരിക്കുന്നത്. ഒന്നാമത്തെ സ്റ്റേറ്റ് പ്രസിഡന്റ് മീറ്റിന്റെ നൽകിയ ഊർജത്തിലാണ് നമ്മൾ ഇങ്ങനെ ഒരു അടിസ്ഥാന സൗകര്യം ഇവിടെ ഒരുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ആരംഭിച്ചത്. ഇത് തടവുകാരുടെ അധ്വാനവും ഉദ്യോഗസ്ഥന്മാരുടെ സേവനവും പരമാവധി പ്രയോജനപ്പെടുത്തിയിട്ടാണ് വളരെ ചുരുക്കം എമൗണ്ടിലാണ് ഇത് ഇവിടെ ഈ രൂപത്തിൽ ഇവിടെ പൂർത്തിയാക്കിയിട്ടുള്ളത്. 5 ലക്ഷം രൂപ ധനസഹായം നൽകി ദേശസാൽകൃത ബാങ്കായ ബാങ്ക് ഓഫ് ബറോഡയും അനുബന്ധ സൗകര്യങ്ങൾ ഒരുക്കി ജയിൽ വകുപ്പിനൊപ്പം നിന്നു. ഉദ്ഘാടന ദിനത്തിൽ തന്നെ മത്സരങ്ങളും അരങ്ങേറിയിരുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം.